ഷെയർ കിട്ടിയോ? കിട്ടി. വേണ അവിടെ സോഡയുണ്ടോ? മണ്ണെണ്ണ മതിയോ? മണ്ണെണ്ണ. ഇയാൾക്കെന്താ വല്ല പ്രാന്തായോ? അതെ, ഞാൻ കുറച്ച് അധികാരം കാണിക്കാൻ പോവാണ്. കാര്യമുണ്ട്, അതിലും കൂടെ ഒഴിക്കാം. കാര്യം പറഞ്ഞുതരാം. ഇതെന്താ 2 ഗ്ലാസ്? അത് പറഞ്ഞുതരാം. ഇതെന്റെ ഗ്ലാസ്, ഇത് മരിച്ചുപോയ എന്റെ മൃത്യുജയ മാമന്റെ ഗ്ലാസ്. ഒഴിക്കേ. മരിക്കുന്നത് വരെ ഞാനും മൃത്യുജയ മാമനും ഒരുമിച്ചിരുന്നേ കഴിക്കൂ. മാമൻ ചത്ത് തലയ്ക്ക് മീതെ നിൽക്കാൻ തുടങ്ങിയിട്ട് കൊല്ല 2 ആയെങ്കിലും ആ പതിവ് ഞാൻ തെറ്റിച്ചിട്ടില്ല. നല്ല സോഡയല്ലേ? മാമന് ലേശം കൂടുതൽ ഒഴിച്ചോ. നല്ല കപ്പാസിറ്റി മാമന്. നിർത്തി. ചിയേഴ്സ്. മാമനെ ചിയേഴ്സ് പറഞ്ഞത്. മാമൻ ഇങ്ങനെ ചെറ്റത്രയെ കാണിക്കൂ. വെള്ളം പോലും ഒഴിക്കാതെ ഒരൊറ്റ വലിക്ക് അകത്താക്കും. ഞാനങ്ങനെയല്ല, സിപ്പ് ചെയ്തേ കഴിക്കൂ. എങ്ങനെയുണ്ട്? എന്താണെന്നറിയില്ല, നിങ്ങൾ എല്ലാരും കൂടെ കൈവച്ച് പെരുമാറിയതിൽ പിന്നെ ആകെ ഒരു നടുവേദന. പിന്നെ നിങ്ങളെ 4 പേരെയും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ജയശങ്കർ എന്ന സിംഹത്തിന്റെ മടയിൽ നിന്നല്ലേ ആ സിംഹക്കുഞ്ഞിനെ നിങ്ങൾ പൊക്കിയെടുത്തോണ്ട് വന്നത്? അവന്റെ 4 അല്ല 400 കോടിയോ വാങ്ങാനുള്ളത്. എന്നിട്ട് വിട്ടുകൊടുത്താ മതി ഇവളെ. മനസ്സിലായല്ലോ? അയ്യോ വേണ്ട, ഇത് നിർത്തിയേ. ഒന്നൊഴിച്ചേ. പിന്നെ അടി നിർത്തിയെന്ന് പറഞ്ഞു. അയ്യോ, ഞാനേ അടി നിർത്തിയിട്ടുള്ളൂ. മൃത്യുജയ മാമ അടി നിർത്തിയിട്ടേ ഇല്ല. പുള്ളിക്ക് നല്ല കപ്പാസിറ്റിയാ. ഒഴിച്ചോളൂ. നിർത്തിയ കാര്യം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ആ ജയശങ്കറിനോട് കാണിച്ചത് വളരെ ശരി. പക്ഷേ ഈ പാവം പയ്യനോട് കാണിച്ചത് വളരെ മോശമായി പോയി. കേട്ടോടാ? അയ്യോ, ഇത് ഞാനല്ല അടിച്ചത്, മൃത്യുജയ മാമനാണ്. എന്തിനാ അടിച്ചത്? ഇത് നിന്നെ അല്ല, നിന്റെ മൃത്യുഞ്ജയ മാമനെയാണ് അടിച്ചത്. എടാ എലി, ഇവനെ പൊറണവും കാണിക്കണ്ടാ. നീ ഇവിടുന്ന് എപ്പ ഇറങ്ങുന്നത് ഞങ്ങള് തീരുമാനിക്കും. കേട്ടോടാ? മൃത്യുഞ്ജയ മാമനും മരുമാനും കൂടെ കുറച്ചാളെ കുടുംബകാര്യം പറഞ്ഞതിന്റെ അത് കിടക്ക്. കേട്ടോ? ഈ മൃത്യുജയ മാമൻ അവന്മാരെ അടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് സമയത്തിന് ആഹാരം കൊണ്ട് താടാ. കാണട്ടെ. നിമിയില്ലേ? സോറി, അപ്പച്ചനില്ലേ? ഏതപ്പച്ചൻ? എന്റെ അപ്പച്ചൻ കുര്യാക്കോസ്. നിന്റെ അപ്പച്ചൻ ഇവിടാണോടാ താമസം? അത് പിന്നെ നിമിയുടെ പപ്പയെ കാണണമെന്ന് പറഞ്ഞ് ഇന്നലെ വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അന്നാ അങ്ങനെ ആരും ഇവിടെ വന്നിട്ടില്ല. പൊക്കോ. ഇവിടെ വരുമ്പോ നിമിയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വെള്ളം പതിവുള്ളതാ. നിനക്ക് വെള്ളം വേണോ അതോ അപ്പച്ചനെ വേണോ? വെള്ളവും വേണം, അപ്പച്ചനെയും കാണണം. പൊടേ. അപ്പച്ചനിത് എവിടെ പോയി? പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കാല്ലേ? നമ്മുടെ കുര്യച്ചന്റെ മോനാണല്ലേ? അപ്പച്ചനും അപ്പച്ചൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഞാൻ പറഞ്ഞപ്പോളേ നിമ്മിയില്ലേ? പിന്നെ നിമ്മിയുണ്ട്, അപ്പച്ചനുണ്ട്. ഇതെന്താ? അപ്പച്ചനും മോനും ഇവിടെ കൊച്ചു വർത്താനം പറഞ്ഞു. നീ ഈ വാരിക്കുഴി വന്ന് പെട്ടോടാ. ഞാൻ അപ്പച്ചനെ കാണാതായപ്പോ അപ്പച്ചനെ തപ്പി ഇറങ്ങിയതാ. നിനക്ക് തപ്പാൻ ഇവിടെ കിട്ടിയുള്ളല്ലേ? അങ്ങനൊന്നുമില്ല അപ്പച്ച. പിന്നെ ആരാ അപ്പച്ച ഈ പാടുന്നേ? അതൊരു ഹോം ഗാർഡുകാരനാണ് മോനെ. പാടിപ്പോ. അമ്മാതിരി പ്രയോഗം അല്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞ അപ്പച്ചനും പാടി തുടങ്ങും. അപ്പച്ച, അവരെന്തിനാ അപ്പച്ച എന്നെ ഉപദ്രവിച്ചത്? ഒക്കെ പറയാം, ഇഷ്ടംപോലെ സമയമുണ്ടല്ല. മുതലാളി മുതലാളി ഒറ്റക്ക് രക്ഷപ്പെടാൻ നോക്കണല്ലേ?
എന്നെ ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ? മുതലാളി എന്ത് പണിയാ കാണിക്കുന്നത്? ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയാ പോരെ. പറ്റൂല, പോണം. മുതലാളി ഒറ്റക്ക് ഞാൻ എങ്ങോട്ടും വിടൂല. വിടൂല. ഓടി വരണേ, ദേ എന്റെ മുതലാളി രക്ഷപ്പെടാൻ പോണേ. ഞാനിപ്പൊ കണ്ടില്ലായിരുന്നെങ്കിലുണ്ടല്ല, മുതലാളി ഇപ്പൊ നമ്മളെയൊക്കെ ഉപേക്ഷിച്ച് പോയാലേ. അല്ലോ, ഇനി നമ്മളെ തല്ലരുത്, നമ്മള് മരിച്ചു പോവും. എണീക്കണം, രക്ഷപ്പെടാന്ന് വിചാരിച്ചു. സത്യമായിട്ടും നിങ്ങളെ പറ്റി പോലീസിൽ വിവരം കൊടുക്കാനൊന്നുമല്ല ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയത്. പടച്ചവനാണ് സത്യം. നിങ്ങൾക്കറിയോ, 2 ദിവസം കഴിഞ്ഞാൽ എന്റെ മോളെ കല്യാണ നിശ്ചയാണ്. അത് ശരി, പിടിക്കപ്പെട്ടപ്പോ പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയായിരിക്കും അല്ലേ? നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നെ കണ്ടില്ലെങ്കിലും ആരും തെരഞ്ഞു വരാനില്ല. എവിടെങ്കിലും വീണ് മയ്യത്തായി കാണുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമുക്കുള്ളത്. പിന്നെ എൻ്റെ ഓളെ കല്യാണം അതിപ്പോ ഞാനില്ലെങ്കിലും പടച്ചോൻ നടത്തിക്കോളും. Where is my handbag? Cash അല്ല നിങ്ങൾക്ക് വേണ്ടത്, ഞാൻ തരാം. വെറുതെ ഈ പാവങ്ങൾ ഉപദ്രവിക്കണ്ട. So, give me my bag. കാര്യം പറയടി. അതിലെന്റെ ചെക്ക് ബുക്ക് ഉണ്ട്. 4 കോടിയല്ലേ വേണ്ടത്? എന്റെ അക്കൗണ്ടിൽ ഇപ്പൊ 50 lakhs കാണും. ബാക്കി ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ ശേഷം തരാം. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഇൻസ്റ്റാൾമെന്റ് പൈസ അടിച്ച് പുറത്തിറങ്ങി തന്നിട്ട് വണ്ടി കച്ചവടം. പ്ലീസ് ബിലീവ് മീ. 4 കോടി രൂപയുണ്ടോ നിന്റെ ലിപ്പ് എടുക്കാൻ? വന്നേ പറയട്ടെ. ചേടാ, ഇവനിതെന്ത് പറ്റി? എടാ, 50 ലക്ഷം രൂപ അവള് തരാന്ന് പറഞ്ഞല്ലേ, അതും മേടിച്ച് നമുക്ക് രക്ഷപ്പെടാം. ഇതിങ്ങനെ നീണ്ടുപോയാൽ നമ്മൾ പിടിക്കപ്പെടും. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ എടുക്കുന്ന റിസ്ക് നിനക്കറിയാലോ. വാ. 2 അല്ലടാ, കാലങ്ങൾ കുറയായി ഇതുപോലൊരു റിസ്ക് എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അവനാ, ജയശങ്കർ. BK വേണ്ടി മാത്രമല്ല, അയാളോട് ചെയ്തതുപോലെ ജയശങ്കറിന്റെ ചതിയുടെ പട്ടികയിൽ പെട്ടുപോയ ഒരാളാ എന്റെ അച്ഛനും. കാലങ്ങളായി ഞാൻ ഈ നഗരത്തെ ചുറ്റിക്കറങ്ങിയത് അയാളെ വകവരുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമായിരുന്നു. വർഗീസ ചായം വഴി BK അതിനൊരു നിമിത്തമാവുകയായിരുന്നു. ജയശങ്കറിനെ കൊന്ന് പക തീർക്കുകയായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷേ പ്രതികാരം, അതൊക്കെ കേൾക്കാൻ ഉശിരി തോന്നുന്ന വെറും പദപ്രയോഗം മാത്രമാണോ. ജയശങ്കറിന്റെ ചോര പകയിൽ നീറിയ നിന്റെ മനസ്സിനെ തണുപ്പിക്കായിരിക്കും. പക്ഷേ അതുകൊണ്ട് നിനക്കെന്ത് നേട്ടം? നിയമത്തിന്റെ കൽമുറിയിൽ തളച്ചിടപ്പെടാനുള്ളതല്ല നിന്റെ ജീവിതം. എന്റെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് മായ്ച്ചു കളയാൻ പറ്റുന്ന മുഖമല്ല ജയശങ്കറിന്റേത്. അറിയാം, ഒരു കൂട്ടു ബിസിനസ്സിൽ ജയശങ്കറിനോടൊപ്പം കൂടിയ നിന്റെ അച്ഛനെ കബളിപ്പിച്ചുകൊണ്ട് ജയശങ്കർ മുങ്ങിപ്പൊങ്ങിയത് കോടീശ്വരനായിട്ടാണെങ്കിൽ, ആത്മാർത്ഥ സുഹൃത്ത് ചതിച്ചതിൽ മനംനൊന്ത് നിന്റെ അച്ഛനും മുങ്ങി അങ്ങ് കൊച്ചിക്കായലിൽ. മീൻ കൊത്തിപ്പറിച്ച ശേഖരന്റെ ജഡം കായൽ തീരത്ത് വന്നടിയുമ്പോ കാഴ്ചക്കാരുടെ കൂട്ടത്തിൽ അമ്മയെ വട്ടം ചുറ്റിപ്പിടിച്ച് കരയുന്ന ശരത്തിന്റെ കുഞ്ഞുമുഖം മറന്നുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായവനോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയ മകന്റെ കഥ സിനിമയിലോ മറ്റോ കണ്ട് നമുക്ക് കയ്യടിക്കാം. നിനക്കറിയാലോ, ജയശങ്കറിന്റെ ഉയർച്ച കസ്തി വരവിടുന്നതിൽ നിന്റെ അച്ഛന്റെ കണ്ണീര് വീണ പണമുണ്ട്. അതിലൊരു വിഹിതം നിന്റെ കൈകളിലെത്തണം. PK കരുണൻ അതിനൊരു നിമിത്തമായെന്ന് മാത്രം. സാറിന് രാവിലെ മിനിസ്റ്ററിനെ വിളിക്കുന്ന പറഞ്ഞില്ലേ? സാർ വിളിച്ചോ? എടോ, അയാളെ വിളിച്ചിട്ട് ഒരു കാര്യമില്ലടോ. ഗൾഫ് നാട് സന്ദർശിക്കാൻ പോയിരിക്കുക. ഇവർക്കൊക്കെ നമ്മുടെ പൈസയോട് മാത്രമേ ഭ്രമമുള്ളൂ, ഒരു നന്ദിയില്ല. വൃത്തികെട്ടവന്മാർ. എനിക്കറിയാം എന്താ വേണ്ടത്. ഹലോ ജയശങ്കർ, നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവില്ല. പണം തന്നാലും തന്നില്ലെങ്കിലും നാളെ 10 മണിക്ക് ഞാൻ ഒരിക്കൽ കൂടെ വിളിക്കും. പണവുമായി എപ്പോ എവിടെ വരണമെന്ന് ഞാൻ പറയും. പണവുമായി നിങ്ങൾ വന്നാൽ ശേഷം കാലം നിങ്ങളുടെ മകളുടെ കൂടെ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ അവളുടെ ശവമായിരിക്കും നിങ്ങൾ കാണുക. ഞാൻ വരാം, എവിടെ വേണമെങ്കിലും ഞാൻ വരാം. എവിടെ വരണമെന്ന് താൻ പറഞ്ഞാൽ മതി. ഇപ്പൊ വേണ്ട, നാളെ 10 മണിക്ക് ഓക്കെ. വരുമ്പോ
തന്റെ ചെക്ക് ബുക്ക് കൂടി കൈ കരുതിക്കോണം. കൊണ്ടുവരാം കൊണ്ടുവരാം. അപ്പൊ നാളെ പണവുമായി വരുമ്പോ നേരി കാണാം. ഓക്കെ ഓക്കെ ബൈ. സെറ്റ്. എവിടെ? ആ ദേ, നിന്റെ അച്ഛൻ കാശ് കൊടുക്കാൻ സമ്മതിച്ചു. നാളെ തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവും. ദേ, പിന്നെ ആ ശരത്തുണ്ടല്ലോ, വെറുതെ പറയല്ല, നല്ല കഴിവുള്ള ചെറുപ്പക്കാരൻ. അവൻ ചോദിക്കണ ചോദ്യം കേട്ടാ ഞാനാണെങ്കിലും കാശ് കൊടുക്കും. അപ്പൊ എന്റെ കാശ് തരുവോ? മോന്ത ബുദ്ധി ഒന്നും തന്നിട്ടില്ല. ഒന്ന് വിട്ടായിരിക്കും. ഈ കാണിക്കണ